ശബരിമല വിമാനത്താവളത്തിന് ഭൂമി ഏറ്റെടുക്കാനുള്ള വിജ്ഞാപനം പിൻവലിക്കുമെന്ന സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയിൽ. ഭൂമി ഏറ്റെടുക്കുന്നതിനായി പുതിയ വിജ്ഞാപനം പുറത്തിറക്കും. സാമൂഹ്യ ആഘാത പഠനമടക്കം പുതിയ ഏജൻസിയെ കൊണ്ട് നടത്തുമെന്നും സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചു. സർക്കാരിന്റെ വിജ്ഞാപനം നേരത്തെ ഹൈക്കോടതി സ്റ്റേ ചെയ്തിരുന്നു. ഷംന അശോക് ചേരുന്നുണ്ട് വിവരങ്ങൾ നൽകാൻ. ഷംന, എന്തെല്ലാം വിവരങ്ങൾ പങ്കുവയ്ക്കാൻ കഴിയും? രേഷ്മ, കഴിഞ്ഞ മാർച്ചിലാണ് ശബരിമല വിമാനത്താവളവുമായി ബന്ധപ്പെട്ട ഭൂമി ഏറ്റെടുക്കുന്നതിനൊരു വിജ്ഞാപനം സർക്കാർ പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നത്. അതിൽ 441 ഭൂമിയുള്ള ആളുകളിൽ നിന്നായി ഏകദേശം 1000-ലധികം ഹെക്ടർ ഭൂമിയാണ് സർക്കാർ ഏറ്റെടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ ഭൂമി ഏറ്റെടുക്കാൻ തീരുമാനിച്ചതും അത് വിജ്ഞാപനം പുറത്തിറക്കിയതും ഉൾപ്പെടെ നിയമവിരുദ്ധമായാണ് അല്ലെങ്കിൽ ചട്ടവിരുദ്ധമായാണ് എന്ന് ചൂണ്ടിക്കാണിച്ചായിരുന്നു ഹൈക്കോടതിയിൽ ഹർജി ഉണ്ടായിരുന്നത്. അത് ബിലീവേഴ്സ് ചർച്ചിന് കീഴിലുള്ള അയന്ന ചാരിറ്റബിൾ ട്രസ്റ്റാണ് ഇതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ടായിരുന്നത്. അന്ന് ഉന്നയിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട വാദം സാമൂഹിക ആഘാത പഠനം നടത്തിയതുൾപ്പെടെ ശാസ്ത്രീയമായിട്ടല്ല എന്നുള്ളതായിരുന്നു. അതുകൊണ്ട് ആ വാദങ്ങൾ പരിഗണിച്ചുകൊണ്ട് സർക്കാരിന്റെ വിജ്ഞാപനം ഹൈക്കോടതി താൽക്കാലികമായി സ്റ്റേ ചെയ്തിരുന്നു. ഇന്ന് ഹൈക്കോടതിയിൽ ഈ കഴിഞ്ഞ മാർച്ചിൽ ഇറക്കിയ വിജ്ഞാപനം പിൻവലിക്കുകയാണ് എന്നുള്ളതാണ് സംസ്ഥാന സർക്കാർ പ്രധാനമായും അറിയിച്ചിട്ടുള്ളത്. ഈ പിൻവലിക്കുന്നതോടൊപ്പം തന്നെ പുതിയ വിജ്ഞാപനം ഇറക്കാൻ സർക്കാർ സന്നദ്ധത അറിയിച്ചിട്ടുണ്ട്. ഒപ്പം ഈ സാമൂഹിക ആഘാത പഠനം ഉൾപ്പെടെ പുതിയ ഏജൻസിയെ കൊണ്ട് നടത്തിക്കും എന്നുള്ളതാണ് സർക്കാർ പ്രധാനമായും ഹൈക്കോടതി അറിയിച്ചിരിക്കുന്നത്. സർക്കാരിന്റെ വാദങ്ങൾ രേഖപ്പെടുത്തിക്കൊണ്ട് ഈ ഹർജി ഹൈക്കോടതി ഇന്ന് തീർപ്പാക്കിയിട്ടുണ്ട്. ഇനി ഹൈക്കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ ഉണ്ടാവില്ല. പക്ഷേ ശബരിമല വിമാനത്താവളവുമായി ബന്ധപ്പെട്ട് ഭൂമി ഏറ്റെടുക്കൽ നടപടികളുമായി സർക്കാർ മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് ഹൈക്കോടതിയിൽ പറഞ്ഞിട്ടുള്ളത്. അതായത് നേരത്തെ ഉണ്ടായിരുന്ന പോരായ്മകളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് കൃത്യമായ രീതിയിൽ പുതിയ ഏജൻസിയെ കൊണ്ട് ശാസ്ത്രീയ പഠനം നടത്തിക്കും, സാമൂഹിക ആഘാത പഠനം നടത്തിക്കും. അതിനുശേഷം നിയമപരമായി തന്നെ ഈ ഭൂമി ഏറ്റെടുക്കൽ നടപടിയുമായി മുന്നോട്ട് പോകും എന്നുള്ളതാണ് സർക്കാർ പ്രധാനമായും കോടതി അറിയിച്ചിട്ടുള്ളത്. ശരി ഷംന.